A+Rooമിലേക്ക് സ്വാഗതം. വിവാഹ സമയത്ത് വധുവിൻ്റെ വീട്ടുകാർ നൽകുന്ന സ്ത്രീധനം അല്ലെങ്കിൽ സ്ത്രീധനം എന്ന പേരിലുള്ള ആഭരണങ്ങൾ സംബന്ധിച്ച് ഒരുപക്ഷെ ആ വിവാഹമോചനത്തിൽ കലാശിച്ചാൽ വലിയ വിഷയമായി പലപ്പോഴും കോടതികളിൽ എത്താറുണ്ട്. വിവാഹമോചനവും അതുമായി ബന്ധപ്പെട്ട സ്ത്രീധന പ്രശ്നങ്ങളും ഈ ചാനലിൽ മുൻപ് എപ്പിസോഡുകളായി ചെയ്തിരുന്നു. അപ്പോൾ പലരും ഈ വാദഗതികൾ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്തിരുന്നതാണ്. ഈ സ്ത്രീധനം ഇത്ര ആഭരണം നൽകിയിട്ടുണ്ട് എന്ന് പലപ്പോഴും വധുവിൻ്റെ കുടുംബക്കാർക്കോ കോടതിയിൽ തെളിയിക്കാൻ കഴിയാറില്ല. എന്നാൽ അങ്ങനെ തെളിയിച്ചില്ലെങ്കിൽ കൂടി കോടതികൾ ഇക്കാര്യത്തിൽ നീതിപൂർവമായി തന്നെ ഇടപെടണം എന്ന് അടുത്ത ദിവസം ഹൈക്കോടതിയിൽ വന്ന ഒരു കേസിൻ്റെ അനുബന്ധമായുള്ള വിധിയിൽ അസന്നിഗ്ധമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. വിവാഹ സമയത്ത് വധു ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അഥവാ വധുവിന് വേണ്ടി മാതാപിതാക്കൾ നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ രേഖാമൂലമുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ഈ വധുവിന് കിട്ടേണ്ട നീതി നിഷേധിക്കാൻ പാടില്ലെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. വിവാഹ സമയത്ത് സ്വന്തം മകൾക്ക് നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ പലപ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാരുമൊക്കെ അത് ദുരുപയോഗം ചെയ്യുന്നതായി ഒട്ടേറെ പ്രശ്നങ്ങൾ കോടതികളിൽ എത്താറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് MB ശ്രീലതയും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ തൻ്റേത് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താൻ രസീതോ മറ്റേതെങ്കിലും രേഖകളോ പലപ്പോഴും ഭാര്യമാർക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണാഭരണങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടാനും ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ രേഖാമൂലമുള്ള തെളിവുകൾ വേണം എന്ന് കോടതികൾ നിർബന്ധം പിടിക്കരുത് എന്നാണ് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയം ഒന്ന് പരിശോധിക്കാം. ഭർത്താവുമായുള്ള റിലേഷൻഷിപ്പ് ഇല്ലാതായതിനെ തുടർന്ന് അഥവാ ഡിവോഴ്സിലെത്തിയതിനെ തുടർന്ന് വിവാഹ സമയത്ത് തനിക്കുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും വീട്ടു സാധനങ്ങളുമൊക്കെ തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഈ കേസിലെ കഥാപാത്രമായ യുവതി എറണാകുളം കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. പക്ഷേ കുടുംബ കോടതി അവരുടെ കേസ് നിരാകരിച്ചു. ഈ കുടുംബ കോടതി കണ്ടെത്തിയത് ഗോൾഡ് ഈ പെൺകുട്ടിയുടേത് തന്നെയാണെന്ന് തെളിയിക്കാൻ തക്ക രേഖകളില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. കളമശ്ശേരിക്കാരിയാണ് ഈ പെൺകുട്ടി. അവർ ഇതിനെ തുടർന്ന് കുടുംബ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ ഹൈക്കോടതിയിൽ നൽകുകയായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാർ 59.5 പവൻ സ്വർണ്ണമാണ് തന്നിൽ നിന്നും വാങ്ങിയത് ഇല്ലെങ്കിൽ വാങ്ങി ദുരുപയോഗം ചെയ്തത് എന്നാണ് പെൺകുട്ടി തൻ്റെ അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചത്. ആ ഗോൾഡ് ഒന്നുകിൽ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വില നൽകണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഹൈക്കോടതി അത് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ വീട്ടു ഉപകരണങ്ങളും ഇതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർ കൈക്കലാക്കി എന്നുള്ള ഒരു ഭാഗം ഹൈക്കോടതി അംഗീകരിച്ചില്ല. 2010 സെപ്റ്റംബറിലാണ്
ഈ വിവാഹം നടന്നത്. ഈ സമയത്ത് വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ ചേർന്ന് 71 പവൻ സ്വർണ്ണാഭരണമാണ് നൽകിയത്. ഈ ആഭരണങ്ങൾ ഗർഭിണിയായിരുന്ന സമയത്ത് യുവതി തിരികെ കൊണ്ടുപോയെന്നായിരുന്നു ഭർത്താവിൻ്റെ ആർഗ്യുമെൻറ്റ്. ഇത് ശരിവെച്ചുകൊണ്ടാണ് കുടുംബ കോടതി ഈ പെൺകുട്ടിയുടെ വാദത്തിനെ നിരസിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാർ വിട്ട് തന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ ഹർജി നൽകിയ ഭാര്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുടുംബ കോടതി അവരുടെ ഈ പെറ്റീഷൻ നിരാകരിച്ചത്. സ്വർണം യുവതി കൊണ്ടുപോയി എന്ന് ഭർത്താവിൻ്റെ വാദം വിശ്വസനീയമല്ലെന്ന് തന്നെ ഇവിടെ ഹൈക്കോടതി കണ്ടെത്തുകയായിരുന്നു. ഈ ഭാര്യയുടെ പിതാവ് ജുവല്ലറിയിൽ നിന്നും ഈ ഗോൾഡ് വാങ്ങിയതിൻ്റെ രേഖകൾ ഉണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയായിരുന്നു. ഗാർഹിക പീഡന കേസുകളും സ്ത്രീധന പീഡന കേസുകളും വരുമ്പോഴാണ് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഭർത്താവ് തിരികെ തരുന്നില്ല എന്നുള്ള ആക്ഷേപം സ്ത്രീകൾ ഉന്നയിക്കാറുള്ളത്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ക്രിമിനൽ കേസിലെ പോലെ വ്യക്തമായ തെളിവുകൾ ആവശ്യപ്പെടേണ്ടതില്ലെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. എല്ലാ വസ്തുതകളും പരിശോധിച്ചുകൊണ്ട് ബന്ധപ്പെട്ട കുടുംബ കോടതികൾ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയാണ് വേണ്ടതെന്നും, എന്നാൽ വസ്തുതകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഭർത്താവിന് മാത്രം ഫേവറാവുന്ന ഉത്തരവുകൾ നൽകരുതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ ഈ കേസിൽ ഹൈക്കോടതിയിലെത്തിയ കാരണം കൊണ്ട് തന്നെ ഈ ഭാര്യയ്ക്ക് അവർക്ക് ലഭിക്കേണ്ടതായ സ്വർണം തിരികെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഭാര്യമാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ കൊണ്ടുവന്ന ഗോൾഡ് ഭർത്താവ് എടുത്തു എന്ന് തെളിയിക്കാൻ രേഖകളൊന്നും ഇല്ല എങ്കിൽ കൂടി വിവാഹത്തിന് മുമ്പ് ഈ സ്വർണം വാങ്ങി എന്ന് തെളിയിക്കുന്ന രേഖകൾ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുമെങ്കിൽ അത് സ്വീകരിക്കാൻ കോടതികൾ തയ്യാറാവും എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഭർത്താവിന് സാധാരണ ഒരു ഭാര്യ ഗോൾഡ് കൊണ്ട് വരുമ്പോൾ അതിന് കൈപ്പറ്റ് ചീട്ട് നൽകുന്ന രീതിയൊന്നും നിലവിലില്ലാത്തതാണ്. അത് പ്രായോഗികവും അല്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പറയുന്നത് അല്ലെങ്കിൽ ഭാര്യമാർ പറയുന്നത് കളവാണെന്ന് കാണിച്ചുകൊണ്ടുള്ള വാദമാണ് പലപ്പോഴും കോടതികളിൽ ഭർത്താക്കന്മാർ ന്യായീകരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ ഹൈക്കോടതി തടയിട്ടിരിക്കുന്നത് എന്നും കൂടി അറിഞ്ഞിരിക്കുക. ഇതുപോലുള്ള പ്രധാന കോടതി വിധികൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അറിയാൻ താൽപ്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.